ചേട്ടനൊന്ന് കോഴിക്കോട് വരെ പോയി വന്നപ്പം ഹൽവ കൊണ്ടുവന്നു. പറഞ്ഞ് വിട്ട പോലെ തന്നെ പല വെറൈറ്റി ഹൽവകൾ മേടിച്ചുകൊണ്ട് വന്നു. ഹൽവ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കോഴിക്കോടൻ ഹൽവയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. കൂടാതെ പുതിയൊരാളെ പരിചയപ്പെടുത്തി. ദാ ഈ അറ്റത്തിരിക്കുന്ന ആൾ ദീപ് മിഠായി. എനിക്കാളൊരു അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ദീപ് മിഠായി. ഇതിന് ഈ പേര് കിട്ടാനൊരു കാരണമുണ്ട്. കോഴിക്കോട് നിന്ന് വാങ്ങിയതാണെങ്കിലും പുള്ളിയുടെ സ്വദേശം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് പ്രോഡക്റ്റാണ് ഈ ദീപ് മിഠായി. വാഴയിലയിൽ പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയാണ് ഇതിനെ നമുക്ക് കിട്ടിയത്. പാക്കിംഗ് തന്നെ അടിപൊളിയാണ്. ആ പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള പാക്കിംഗ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇനിയും കഴിച്ചു നോക്കണം. മെല്ലെ പൊതിയൊക്കെ അഴിച്ച് മെല്ലെ തുറന്നു കഴിഞ്ഞപ്പം ആൾക്ക് നല്ല ബ്രൗൺ കളർ, നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ അതേ കളറ്. വാഴയില കൊണ്ട് പുറമേയുള്ള കവറിങ് കൂടാതെ ഉള്ളിൽ വേറൊരു കവറിങ് കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ പറയാം, പാക്കിങ്ങൊക്കെ ഒന്നാം തരം. ഇത്രയും നമ്മുടെ കൈ സഞ്ചരിച്ചെത്തുന്നതല്ലേ, ഒരു കേടുപാടും കൂടാതെ കൈ കിട്ടി. അത്രയ്ക്ക് നല്ല പാക്കിംഗ് ആയിരുന്നു. കണ്ടില്ലേ, നല്ല ഈന്തപ്പഴത്തിൻ്റെ കളർ പോലെ എനിക്ക് തോന്നി. ഇനി അല്പം കഴിച്ചു നോക്കണം. മധുരം എനിക്കത്ര ഇഷ്ടമല്ല, എന്നിട്ടും ഹൽവ എൻ്റെ ഫേവറേറ്റാണ്. ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ പാകത്തിനുള്ള മധുരമാണോ എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. എൻ്റെ എല്ലാ ചിന്തകളും അലിഞ്ഞ് ഇല്ലാണ്ടായി. കോഴിക്കോടൻ ഹൽവ പോലെ ദീപ് മിഠായിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയും കോഴിക്കോടിനെ ഓർക്കുമ്പോൾ ദീപ് മിഠായിയും എൻ്റെ ഓർമ്മയിലേക്ക് വരും. ലക്ഷദ്വീപിൻ്റെ ദീപ് മിഠായി. ദീപ് മിഠായിക്ക് തനി നാടൻ രുചിയാണ്. നമ്മുടെ തേങ്ങയുടെ മൂത്ത രുചിയും ഒക്കെ അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത എത്ര രുചികളാണല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. താണ്ടെ കടൽ കടന്ന് ലക്ഷദ്വീപിൽ നിന്ന് ഒരു ദീപ് മിഠായിയും കൂടെ ആ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു. ഇനിയും കോഴിക്കോടിനെ ഓർക്കുമ്പോൾ എനിക്ക് ഈ ദീപ് മിഠായിയെ മറക്കാൻ കഴിയത്തില്ല.